ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും 1000 ആശംസകൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അതിന് കാശ് അല്ലെങ്കിൽ പണം ആവശ്യമുണ്ട്. നമ്മൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങൾ. ഇതിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ പണം ആവശ്യമാണ്. അപ്പോൾ പണം എന്താണെന്നും പണത്തിനെക്കുറിച്ച് ഒന്നും നമ്മൾ സ്കൂളുകളിലും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിരോധാഭാസം തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സാധനത്തിനും ഒരു മൂല്യമുണ്ട്. അപ്പോൾ ആ മൂല്യത്തിന് തുല്യമായ എന്താണോ അത് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സാധനം നമുക്ക് കിട്ടും. ഉദാഹരണം, നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നു, നമ്മൾ മൊബൈൽ വാങ്ങുന്നു, കമ്പ്യൂട്ടർ വാങ്ങുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ വരെ വാങ്ങുന്നതിന് നമുക്ക് പണം ആവശ്യമാണ്. അപ്പോൾ പണത്തിനെക്കുറിച്ച് പല തെറ്റായ ധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു സമയത്ത് പണം ഉണ്ടാക്കുന്നത് വരെ തെറ്റാണെന്നും പണക്കാരെല്ലാം പ്രശ്നക്കാരാണെന്ന് ഉള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇപ്പോഴും പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പണമില്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയാണ്, ഇവിടെ പണം ഉണ്ടായാൽ മാത്രം പോരാ, അതുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ക്യാപ്ഷനാണ്. അപ്പോൾ പണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ, ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്കുണ്ടാവും. അപ്പോൾ സാധാരണക്കാരായ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന പണത്തിനെക്കുറിച്ചുള്ള ഒരു അറിവല്ല ഒരു പണക്കാരനായ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് പണത്തെക്കുറിച്ചുള്ള അറിവ്. അതുപോലല്ല ഒരു എഴുത്തുകാരന്, ഒരു സാഹിത്യകാരന് പണത്തെക്കുറിച്ചുള്ള അറിവ്. അതുപോലല്ല ഒരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംരംഭത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് കാശിനെക്കുറിച്ചുള്ള അറിവ്. ഇതെല്ലാം ടോട്ടൽ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പണം നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ പല തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പണം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. പണം ഉണ്ടാക്കാൻ നമ്മൾ പല ആൾക്കാർക്കും പണം ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ പ്രധാന പ്രശ്നം പണം എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ്. അപ്പോൾ പണം നിലനിർത്താൻ അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് അതിൽ നിന്നും പണത്തിനെ കൊണ്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യിക്കാൻ പറ്റുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പണത്തിൽ നിന്നുള്ളൊരു സുരക്ഷിതത്വം നമുക്ക് കിട്ടൂ. നമ്മൾ പല ക്യാപ്ഷനും കേട്ടിട്ടുണ്ട്. പണം ഹാപ്പിനെസ് കൊണ്ടുവരില്ല എന്നും പണം മാത്രം ഉണ്ടായതുകൊണ്ട് റിച്ച് ആവില്ല എന്നൊക്കെ നമ്മൾ പല ക്യാപ്ഷനും കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കി അവർക്ക് ആവശ്യത്തിലധികം കാശ് ഉള്ള ആൾക്കാരെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായും ഹാപ്പിനെസ് നൽകുന്നതിൻ്റെ ഒരു കാരണം പണം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോകാനാണെങ്കിലും നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് പണം അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ 2-3 തരത്തിലുള്ള ആൾക്കാർ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ വിചാരിക്കുന്നുണ്ട്. ഒന്ന്, ചില ആൾക്കാർ പണം ഉണ്ടാക്കുന്നത് നല്ലതാണ്, അപ്പോൾ അതിൽ നിന്ന് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം, ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തൊഴിൽ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന, പണം ഉണ്ടാക്കുന്നത് നല്ലതാണ്, അതിനെനിക്ക് കഴിയും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടർ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവില്ല. അവർക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നോ മറ്റുള്ളവരെ സഹായിക്കണമെന്നോ എന്നുള്ള ചിന്തയില്ല. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ പണത്തെക്കുറിച്ച് പണ്ട് നമ്മൾ സാധനം വാങ്ങിയിരുന്നത് ചക്ക വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ മാങ്ങയാണുണ്ടെങ്കിൽ ആ മാങ്ങ കൊടുത്തിട്ടാണ്
ആ ചക്ക നമ്മൾ വാങ്ങിയിരുന്നത്, ഇല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഓരോ രാജ്യത്തും ഓരോ കറൻസിയും വ്യത്യസ്ത മൂല്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളിൻ്റെ ജീവിത സാഹചര്യമായിരിക്കില്ല കാനഡയിൽ താമസിക്കുന്ന ഒരാളുടെ, അതുപോലെ ആയിരിക്കത്തില്ല മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ സാധനത്തിനും വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും. അപ്പോൾ പണം നമുക്ക് അടിസ്ഥാനമായും അനിവാര്യമായ ഒരു ഘടകമാണ്. പണം നമ്മൾ ഉണ്ടാക്കുകയും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ്സുകളിലൂടെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെയും നന്മയിലൂടെയും ഒക്കെ നമുക്ക് സമൂഹത്തെ കാശുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് മാക്സിമം നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല പണങ്ങൾ ഉണ്ടാക്കുകയും അത് സമൂഹത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ ഒരാൾക്ക് മനസ്സ് നിറഞ്ഞ് നമ്മളൊരാളിനെ സഹായിക്കുന്നു, തിരിച്ച് കിട്ടുന്ന പ്രതീക്ഷയില്ലാതെ സഹായിക്കുന്നു. ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു ആനന്ദം തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനം അത് നമ്മുടെ കഴിവല്ല, ദൈവം നമുക്ക് ആ പണം തരികയാണ്. നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക. നമ്മളിപ്പോൾ ഉദാഹരണം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരേ സമയം കീബോർഡിലും മോണിറ്ററിലും ആ ശ്രദ്ധയും കൈകളും എല്ലാം മനസ്സും എല്ലാം ഒരേ സമയം ചലിക്കണം. അപ്പോൾ ഇതൊക്കെ ആരാണ് ചലിപ്പിക്കുന്നത്? ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തന്നെയാണ്, മനുഷ്യൻ്റെ സൃഷ്ടാവ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ജോലി ചെയ്യാനുള്ള കഴിവ് നൽകുന്നതും നമുക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിപ്പിക്കുന്നതും അതുപോലത്തുള്ള കാര്യങ്ങളുമെല്ലാം ചെയ്തു തരുന്ന ഒരു സൃഷ്ടാവുണ്ട്. അപ്പോൾ ആ സൃഷ്ടാവ് നമുക്ക് കഴിവ് തരുന്നതുകൊണ്ടാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു പങ്ക് തീർച്ചയായും നമ്മുടെ സഹജീവികൾ അതിന് അർഹതപ്പെട്ടതാണ്. നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ചുമതലയാണ്. അപ്പോൾ പണം നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക, കാശിനെക്കുറിച്ച് പഠിക്കുക. കാശ് നമ്മൾ ചെറിയ ജോലികളാണെങ്കിൽ തന്നെയും അതിൽ നിന്ന് നമ്മൾ ഒരു വരുമാനം കണ്ടെത്തി അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റിവെച്ച് സ്ഥിരമായിട്ട് ആ മാറ്റിവെക്കൽ ശീലമുണ്ടാക്കുകയും അത് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നുള്ള വരുമാനങ്ങൾ നമ്മുടെ സഹജീവികൾക്ക് കൊടുക്കുക. അപ്പോൾ അത് തന്നെയാണ് ഒരു പണം ഉണ്ടാക്കുന്നതിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ പണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സമയം കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് കാശിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ പണം ഉണ്ടാക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അപ്പോൾ പണം നല്ല രീതിയിൽ ഉണ്ടാക്കുക, അത് സഹജീവികൾക്ക് അതിൽ നിന്നൊരു പങ്ക് കൊടുക്കുക, വരവിനകത്ത് നിന്ന് ചെലവ് നടത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിനകത്ത് നിന്ന് ചെലവ് നടത്താൻ കഴിയുന്നവനാണ്. നമുക്ക് ജീവിക്കുന്നതിന് കാശ് വളരെ കുറവ് മതി, പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് നമ്മളുടെ പരാജയത്തിന് കാരണവും. അപ്പോൾ കാശിനെക്കുറിച്ചുള്ള പഠനം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. വളരെ മനോഹരമായ രീതിയിൽ കാശുണ്ടാക്കാനും അത് അനിവാര്യമായ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ സഹജീവികളെ സഹായിക്കാനും കഴിയട്ടെ. അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷമീർ. താങ്ക് യു വെരി മച്ച്.